നമസ്കാരം. ജെഫിനെതിരെ രക്ഷിക്കാൻ വിമതന്മാർ 18 അടവും പയറ്റാൻ ശ്രമം. ഊരക്കാടൻ അച്ഛനിൽ സമ്മർദ്ദം ചെലുത്തി പരാതി പിൻവലിപ്പിക്കാൻ ഭീഷണിയുമായി വിമത വൈദികർ തന്നെ രംഗത്തെത്തി. സസ്പെൻഷൻ പിൻവലിപ്പിക്കാൻ കുരിയായിൽ സമ്മർദ്ദം ചെലുത്താൻ ഊരക്കാടൻ അച്ഛനോട് വിമത വൈദികർ ആവശ്യപ്പെടുന്നു. ഇന്നലത്തെ മഞ്ഞപ്ര പള്ളിയിലെ തടയൽ നാടകം അതിന് മുന്നോടിയായിട്ടുള്ള ഒരു നീക്കമായിരുന്നു. ഒരു കാരണവശാലും വത്തിക്കാൻ പറയുന്നതിൽ നിന്നും പിന്നോട്ട് പോകാൻ തയ്യാറാകാത്ത കുരിയെ കടിഞ്ഞാനിടാനുള്ള വിമത നീക്കം പൊളിച്ചെടുക്കാൻ വിശ്വാസികൾ തന്നെ മുന്നിട്ടിറങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. മഞ്ഞപ്രയിൽ ചെറിയ തിരുനാൾ കലക്കി സഭാസ്നേഹികളുടെ തലയിൽ വെച്ചുകെട്ടി ദേവാലയം പൂട്ടിക്കുവാനുള്ള നീക്കം പാളിപ്പോയിന്റെ ജാള്യതയിലാണ് വിമതർ. പുറത്തുനിന്നും വിമത വൈദികരെ കൊണ്ടുവന്ന് ഇടവക വികാരിയായ ഫാദർ സെബാസ്റ്റ്യൻ ഊരകാടിനെ ബന്ദിയാക്കി നടത്തിയ പ്രകടനം ഫാദർ ഊരകാടിന്റെ അവസരോചിതമായ ഇടപെടൽ മൂലം വിമതന്മാർക്ക് തലകുനിച്ച് ഇറങ്ങി പോവേണ്ടി വന്നു. വിമതന്മാരുടെ ഈ നാടകം അരങ്ങേറുമ്പോൾ ഇടവക വിശ്വാസികൾ ഒന്നടങ്കം കട്ട സപ്പോർട്ടുമായി വികാരിക്കൊപ്പം നിന്നു. ഇനിയും ഇതുപോലെയുള്ള നാടകങ്ങൾ വിശ്വാസികൾ കാണേണ്ടി വരും. അതുകൊണ്ട് ഇടവക ജനങ്ങൾ കാഴ്ചക്കാരായി മാറി നിൽക്കരുതെന്നാണ് അൽമായ സംഘടനകളുടെ അഭിപ്രായം. വികാരി അച്ഛന് വേണ്ട സംരക്ഷണം സഭാ നേതൃത്വവും ഇടവക ജനങ്ങളും കൊടുക്കുക തന്നെ വേണം. ഇടവക ജനത്തിന്റെ മാറിനിൽപ്പ് അപകടകരമാണ്. ഇടവകക്കാർ ഒന്നടങ്കം ഈ നാടകങ്ങൾക്കെതിരെ പ്രതിഷേധിച്ച് രംഗത്ത് വരണം. മാധ്യമങ്ങളിൽ പേരുകൾ വെച്ചുള്ള വാർത്ത ഈ പ്രശ്നത്തിന് ഒറ്റമൂലിയല്ല. സംയുക്ത ഗ്രൂപ്പുകളുടെയും ഇടവക കൂട്ടായ്മകളുടെയും പൂർണ്ണ പിന്തുണ ഇടവകക്കാർക്കും വികാരിക്കും ഉണ്ടാകും. മുന്നിൽ നിന്നും നേതൃത്വം കൊടുക്കേണ്ടവർ ഇടവക ജനങ്ങളാണ്. ഒറ്റക്കെട്ടായി ഇടവക ജനങ്ങൾ മുന്നോട്ട് വരണം. കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഫാദർ ജെഫിന്റെ കാടത്തത്തെ വെച്ച് പൊറുപ്പിക്കരുത്. കപ്യാന്മാർ പലയിടത്തും വാൽ പൊക്കുന്നുണ്ട്. അതിന് ശക്തി കൊടുക്കുന്നത് വിമത ഇടവക വികാരിമാരാണ്. ഇടവക ജനങ്ങളുടെ ഉപ്പും ചോറുമാണ് വികാരി തൊട്ടു കപ്യാർ വരെ ദിവസവും ഭക്ഷിക്കുന്നതെന്ന ഓർമ്മ വേണം. ഇടവക ജനത്തിന്റെ ഉപ്പും ചോറും കഴിച്ച് ഇടവക ജനങ്ങളുടെ മേൽ കുതിര കയറുവാൻ നിന്നാൽ അത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. ആട്ടിടയനെ ആടുകൾ ആക്രമിക്കുന്നത് കേട്ടുകേൾവി പോലുമില്ല. അതാണ് മഞ്ഞപ്രയിൽ ഫാദർ ജെഫ് ചെയ്തതും. കഷ്ടമെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല.